ഹലോ എവരിവൺ, വെൽക്കം ടു ഡിആർ വ്ലോഗിംഗ് സീരീസ്. ഇന്ന് നിങ്ങളെ ഫുജേറയിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മൾ വരുന്ന വഴി ഇതാണ്. ഇതുപോലൊരു ബോർഡ് കാണും. ഈ റൂട്ട് വഴിയാണ് ഉള്ളിലോട്ട് പോകേണ്ടത്. വ്യത്യസ്തമായിട്ടുള്ളൊരു എൻട്രൻസ് തന്നെയാണ്. വലിയ ബദാം മരം കാണാൻ പറ്റും. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അടിപൊളി. നമ്മുടെ പാകിസ്ഥാനി ചേട്ടൻ നമ്മളെ ഇങ്ങനെ വഴി നയിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ ഉള്ളോട്ട് ഇറങ്ങി നടക്കുവാണ്. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകം മൊത്തത്തിൽ എന്താണ്, ഭയങ്കര കൂളിംഗ് ആണ്. അടിപൊളി. വാഴയുണ്ട്. എനിക്കൊന്നത് കപ്പയാന്ന് തോന്നുന്നു. ഒരു കൃഷി സ്ഥലമാണ്. ഇത് നല്ല ഉയരമുള്ള പനമരമാണ്. നല്ല തടിയുമുണ്ട്. അൽ തൈബ ഹെറിറ്റേജ് മ്യൂസിയം ഫുജേറ. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാം. മരം കൊണ്ട് ഇങ്ങനെ ഇരിക്കാവുന്ന പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്നാന്ന് നോക്കാം. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലോറിംഗ് ആണ്. കണ്ടോ, മെറ്റിലാണ് അകത്ത് നിരത്തിയിരിക്കുന്നത്. നമ്മുടെ പഴയ ടി വി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, കളറുള്ള ടി വി, കുറേ ആൻറ്റിക് ഐറ്റംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുറേ കളക്ഷൻസ് ഉണ്ടല്ലോ പൈസയുടെ. പൂട്ടുകൾ, പലതരത്തിലുള്ള പൂട്ടുകൾ. അയ്യോ, ചെറിയ ചെരുപ്പുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ റോയൽ ഫാമിലിയിൽ ആരോ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരു തോക്കുണ്ട്. അതിൻ്റെ ബുള്ളറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. പല രാജ്യങ്ങളിലെ നോട്ട്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ഒരു 10 രൂപയുണ്ട്. ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടു. പണ്ട് കാലത്തെ സ്വിച്ച്, ഫാനിൻ്റെ എത്ര പഴയതാണെന്ന് പറയാൻ പറ്റില്ല. സ്വിച്ച് പണ്ട് കാലത്തെ ഒരു സ്വിച്ചാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. മനസ്സിനൊരു എന്താണ്, ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. ഇതിന് മേൽക്കുര കണ്ടില്ലേ, ഓല കൊണ്ട് മേഞ്ഞ ഒരിതാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ്. ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. നമ്മുടെ നാട്ടിലെ കരിമ്പാണ് ഇവിടെ. ഞാൻ ഓർത്ത് ശരിക്കും തൊട്ടിലൊരു കൊച്ചുണ്ടെന്ന്. ഇവിടെ കുറച്ച് റെയർ ഫോട്ടോ കളക്ഷൻസ് ഉണ്ട്. ഷെയ്ഖ് സയ്യിദിൻ്റെ ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് 1973 ഒരു ഫോട്ടോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അറബിയിലായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ഏതൊരു ഹെറിറ്റേജ് റിസോർട്ടിലെത്തി പോലെ തോന്നും. നമ്മുടെ നാട്ടിലെ ബൊഹേമില്ലയാണ് ഈ മുന്നിൽ കാണുന്നത്. നോർത്ത് സൈഡിലോട്ടൊക്കെ കടലാസ് ചെടി എന്നാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു പറയുന്നതെന്ന്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണല്ലോ. ആദ്യം ഞാൻ വിചാരിച്ചു ഗുഹയാണെന്ന്. ഇതെനിക്ക് തോന്നുന്നു മരങ്ങളുടെ ആ ഒരു ശിഖരം കൊണ്ട് മേഞ്ഞിരിക്കുകയാണ്. ഒരു കോഴിയുടെയൊക്കെ പൂവൽ കെട്ടാണ് അങ്ങോട്ട് പോകുന്നത്. കോഴിയെയും വളർത്തുന്നുണ്ട് ഇവിടെ. പുളി മോനെ പുളി. എന്താ രസമാണ്. മീനുകളൊക്കെ ഉണ്ട്. കുറേയധികം മീനുകളുണ്ട്. ഒരു പൂള് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുറ്റിന് നല്ല ഫാം.
കോഴികളുടെ സൗണ്ട് കേൾക്കാം, ആടിൻ്റെ പക്ഷികളുടെ കളകളാ സൗണ്ട്. പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ്. ഞാൻ ആദ്യം വിചാരിച്ച ചെറിയൊരു ഏരിയയിലായിട്ടേ ഉള്ളതെന്നാണ്. ഇവിടെ കുറേ അധികം നടന്ന് കാണാനുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹെറിറ്റേജ് മ്യൂസിയം അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് വില്ലേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവയെ വന്നിട്ട് ഫാം ഒന്ന് നേരിട്ട് കാണാൻ ഒരവസരം ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം. സെഡാൻ കാറും ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ചുറ്റിനും ചെടികളാണ്. ഏതൊക്കെയാണ് പേര് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. ഇങ്ങോട്ടിറങ്ങി നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഗിരിരാജൻ കോഴി, താറാവ്, ഒരെണ്ണം മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. താറാവൊക്കെ കൂട്ടത്തോടെ നിൽപ്പുണ്ട്. തീർന്നിട്ടില്ല. അടിപൊളി. വ്യത്യസ്തമായിട്ടുള്ളൊരു ആംബിയൻസിൽ ഇരിക്കാം. അടിപൊളി. മദഹയിലെ ആൽമരമൊക്കെ കണ്ട് തളർന്നവർക്ക് നേരെ ഇനി ഈ ലൊക്കേഷൻ വന്ന് വിസിറ്റ് ചെയ്യാം. ബോട്ടിൻ്റെ മോഡലിലാണ് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിക്കാം. വന്നിരുന്ന് സമാധാനപരമായി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കാം. ഇവിടെ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അടിപൊളി. എന്തോ രസമാണ്. തണുത്ത വെള്ളം ഒഴുകി വരുന്നത്. ഇവിടുന്ന് പോയിട്ട് താഴത്തെ ഒരു ടാങ്കിലാണ് ശേഖരിച്ച് വെക്കുന്നത്. ഈ ഒരു ഇലയ്ക്ക് നല്ല മണമുണ്ട്. വെള്ളം ശകലം തളിച്ചിട്ട് ഒന്ന് മണത്ത് നോക്കുക. നല്ല അടിപൊളി ഒരു ഫീലായിരിക്കും. ഇവിടെ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. സ്റ്റേ ചെയ്യാനുള്ള ചെറിയ കോട്ടേജ് പോലുള്ള സ്ഥലമാണെന്ന് അറിയത്തില്ല. എവിടെ നിന്ന് നോക്കിയാലും കിടിലൻ വ്യൂ ആണ്. ഇരിക്കാവുന്ന പോലുള്ളൊരു സെറ്റപ്പുണ്ട്. ഇവിടെയുള്ള റിസോർട്ടാണ്. ആൾ നമ്മളെ കാണിച്ചു തരുവാണ്. हाँ उसमें थोड़ा तस्वीर खींच के बाद मुश्किल नहीं है. ओके, कितना है एक दिन? ये थर्सडे फ्राइडे सैटरडे का 700 है. एक दिन के लिए 700. कितने आदमी इधर आ सकते? 2 रूम एक ही है और एक ही है. दो फैमिली के 700. खाना के साथ? वो खाना आप लोग खुद इधर बनाओ. होटल से भी आप लोग ऑर्डर कर सकते हैं. कैसे बुक किया? वेबसाइट है और फोन नंबर है? नहीं, फोन आपको करना चाहिए. फोन करेंगे मुश्किल नहीं है. फोन आप लोगों को मैं कार्ड दूंगा और नंबर भी बताऊंगा. ओके. आप लोगों को इस हफ्ता तो पूरा ये बुक है ना. ओके. വേറെ 2 ഫാമിലി ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാം. ഫുഡ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. കിടിലം വ്യൂ അല്ലേ. इधर कुकिंग करने के लिए सेपरेट एरिया है? हाँ है, सब कुछ है इधर. ये बिल्डिंग का अंदर है? हाँ इसके अंदर है. रूम के अंदर है. हाँ. और पानी आप देगा? पानी सब कुछ इधर है. इधर है. ഓക്കെ. അടിപൊളി. ഇവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. സേഫായിട്ട് എല്ലാവർക്കും ഇറങ്ങാം. വലിയ ആഴവും ഇല്ല. പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാം ഇറങ്ങാം. ചുറ്റിന് നല്ല ഫാമാണ്. പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ്. തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ 700 ദിർഹംസാണ് മാക്സിമം. 2 അല്ലെങ്കിൽ 3 ഫാമിലിക്കൊക്കെ വരാമെന്നാണ് പറയുന്നത്. അല്ലാത്ത ദിവസം 500 ആണ്. അപ്പം 3 ഫാമിലി എന്നൊക്കെ പറയുമ്പം കുഴപ്പമില്ല, വർത്തിട്ടാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഇവിടെ തന്നെ തരും. പിന്നെ ഇവിടെ തന്നെ കുക്ക് ചെയ്യാം. ഫുഡിനുള്ള ഐറ്റംസ് മാത്രം നമ്മൾ കൊണ്ടുവരണമെന്നേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ എനിക്കിവിടെ സ്റ്റേ ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല.
ഇപ്പോൾ ഓൾറെഡി ബുക്ക്ഡ് ആണ്. സ്വിമ്മിംഗ് പൂളുണ്ട്, ചുറ്റിനും നല്ല ഫാമുണ്ട്, പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ്. വരുവാണെങ്കിൽ വിൻ്റർ സീസണിൽ തന്നെ നിങ്ങൾ സ്റ്റേ ചെയ്യണം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് 2 ഫാമിലിക്ക് 700 ദിർഹംസ് എന്ന് പറഞ്ഞാൽ റിയലി വർത്ത് ഇറ്റ്. വലിയ എക്സ്പെൻസീവും അല്ല. അത് നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ കുറച്ചുകൂടെ കാണാനുണ്ട്. മ്യൂസിയത്തിൻ്റെ കുറേയധികം കളക്ഷൻസൊക്കെ ഉണ്ട്. പണ്ടത്തെ ടേപ്പ് റെക്കോർഡർ. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെയാണ് ഈ സ്ഥലം മുഴുവൻ. भाईजान ये आदमी का नाम क्या है? अहमद अली अब्दुली. ഓക്കെ, അഹമ്മദ് അലി അബ്ദുൽ എന്നാണ് ആടെ പേര്. ഇതിപ്പോൾ റിസോർട്ടിൽ വന്ന ആൾക്കാരുടെ വണ്ടിയാണ്. സാധാരണ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ വെളിയിലാണ് വണ്ടി ഇടുന്നത്. റിസോർട്ടിൽ വരുവാണെങ്കിൽ ഇങ്ങനെ അകത്ത് വണ്ടി സേഫായിട്ട് വന്ന് പാർക്ക് ചെയ്യാൻ പറ്റും. പഴയ ഒരു ലാൻഡ് റോവർ കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആർക്കെങ്കിലും ഈ റിസോർട്ടിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. UAE വന്നിട്ട് ഇതുവരെയും ഒരു ഫാം പോലും വിസിറ്റ് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുറേയധികം പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ഫാമുണ്ട്. നല്ല അടിപൊളി ഒരു എന്താണ് പറയുന്നത്, ഒരു ആംബിയൻസ് ആണ്. നിങ്ങൾ മിസ്സാക്കല്ല. തായ്ബ ഹെറിറ്റേജ് വില്ലേജ് ഫുജേറയിലാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥലം ഉള്ളത്. വീണ്ടും നല്ല നല്ല വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. തായ്ബ ഹെറിറ്റേജ് വില്ലേജിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ഫ്ലാഗ് ഫോർട്ട് ഉണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് കയറാൻ പോവാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ അൽ ഖാല ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. നമുക്കിവിടെ എന്താണ് ഉള്ളതെന്നുള്ളത് നോക്കാം. പക്ഷെ നല്ലൊരു കിടിലനൊരു വ്യൂ കേട്ടോ, അടിപൊളി. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. തലയിടിക്കൽ ചെറിയ കിളിവാതിലാണ്. മുകളിൽ കണ്ടില്ലേ ഫ്ലാഗ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. ലോഡ്ജിൻ്റെ അവിടെ ഷെയ്ഖ് സൈദിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ നേരെ കിടക്കുന്ന റോഡിൻ്റെ ഒരു ഫോട്ടോ എടുക്കും.